10,000 അടി ഉയരത്തിൽ വിമാനത്തിൽ നിന്ന് കൊടുങ്കാട്ടിലേക്ക് തെറിച്ചു വീണ പെൺകുട്ടി. ചുറ്റും ഒരൊറ്റ മനുഷ്യരില്ലാതെ, ആരും സഹായിക്കാനില്ലാതെ ആ കാട്ടിൽ തനിച്ചായിപ്പോയ ഒരു പെൺകുട്ടി. പക്ഷേ അവൾ കീഴടങ്ങിയില്ല. ഒറ്റയ്ക്ക് ആമസോൺ വനാന്തരത്തിൽ 11 ദിവസം അവൾ അതിജീവിച്ചു. ഇതൊരു സിനിമാ കഥയല്ല, ജീവിതമാണ്. ഏതൊരു സാങ്കല്പിക കഥയും വെല്ലുന്ന ജീവിതകഥ. ഒരു പെൺകുട്ടിയുടെ അതിജീവന കഥ. ആ കഥയുടെ ആഴങ്ങളിലേക്ക് വെൽക്കം ടു ഫെയറി സോൺ. 1971 ഡിസംബർ 24 ഒരു ക്രിസ്മസ് ഈവ്. പെറുവിലെ ലീമ നഗരത്തിലെ ആകാശം ആ ദിവസം അസാധാരണമായി തെളിഞ്ഞിരുന്നു. വിമാനത്താവളത്തിലേക്കുള്ള റോഡുകൾ പോലും ആഘോഷത്തിൻ്റെ ഒരു നിശബ്ദ സന്തോഷം നിറഞ്ഞതുപോലെ തോന്നിച്ചു. 17 വയസ്സുള്ള ഒരു പെൺകുട്ടി, ജൂലിയാന കോപ്കെ. അവളുടെ കണ്ണുകളിൽ ഒരു ചെറിയ യാത്രയുടെ ഉത്സാഹം നിറഞ്ഞു നിന്നു. അതെ, അന്നവളൊരു യാത്ര പോവുകയായിരുന്നു, അമ്മ മരിയയോടൊപ്പം. അവളുടെ അച്ഛനെ കാണുവാനായി പെറുവിലെ പാങ്കുവാന എന്ന ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള യാത്ര. ലാൻസ ഫ്ലൈറ്റ് 508 ജൂലിയാനയും അമ്മയും യാത്ര തിരിക്കാനിരുന്നത്. അവളുടെ അച്ഛൻ പ്രശസ്ത ജീവശാസ്ത്രജ്ഞനായിരുന്ന ഹാൻസ് വിൽഹെൽ കോപ്കെയ്ക്ക് ആ വിമാനത്തിൽ പോകുന്നതിനെക്കുറിച്ച് ഭയമുണ്ടായിരുന്നു. കാരണം L88 ഇലക്ട്ര മോഡലിന് അപകടങ്ങളുടെ വളരെ വലിയ ചരിത്രമുണ്ടായിരുന്നു. എങ്കിലും സമയക്കുറവായതിനാൽ അവർ അതിൽ തന്നെ യാത്ര തിരിച്ചു. അങ്ങനെ തൻ്റെ അമ്മയുടെ കൈ മുറുകെ പിടിച്ച് അവൾ വിമാനത്തിലേക്ക് നടന്നു, ക്രിസ്മസ് യാത്രയുടെ ആവേശത്തോടെ. വിമാനം മുകളിലേക്കുയർന്നു. ജനാലയ്ക്കപ്പുറം വെളുത്ത മേഘങ്ങൾ പഞ്ഞിക്കെട്ടുപോലെ ഒഴുകി നടന്നു. അമ്മയും മകളും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. സാധാരണമായൊരു യാത്ര. ആരും അനുമാനിക്കാത്ത വിധി കാത്തിരിക്കുന്ന ഒരു നിമിഷം. യാത്ര തുടങ്ങി കുറച്ചധികം സമയം പിന്നിട്ടപ്പോഴേക്കും ആകാശത്തിൻ്റെ നിറം മാറാൻ തുടങ്ങി. ദൂരെയായി കറുത്ത മേഘങ്ങൾ. വിമാനം ചെറുതായി കുലുങ്ങിത്തുടങ്ങി. ജൂലിയാന അവളുടെ അമ്മയുടെ കൈ മുറുകെ പിടിച്ചു. ലാൻഡ് ചെയ്യാൻ 15 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ആകാശം പെട്ടെന്ന് കറുത്തു. പകൽ രാത്രിയായി. എല്ലാ ദിക്കിലും മിന്നൽ. വിമാനം കുലുങ്ങുന്നു. മുകളിലെ ലോക്കറുകളിൽ നിന്ന് ബാഗുകളും ലഗേജുകളും താഴേക്ക് വീണു. എല്ലാവരും നിലവിളിക്കുന്നു. ആ നിമിഷം ആകാശം പിളർന്നു പോയതുപോലെ ഒരു വെളിച്ചം വിമാനത്തിലേക്ക് വന്നു പതിച്ചു. വലിയൊരു മിന്നൽ. പിന്നെ വിമാനം കുത്തനെ താഴേക്ക് നിലം പതിച്ചു. ജൂലിയാനയും താഴേക്ക്. പക്ഷേ അവൾ സീറ്റിനോട് ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു. ഒരുപക്ഷെ ആ വിമാനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ച ഒരേ ഒരാൾ ജൂലിയാനയായിരിക്കും. അവൾ ആകാശത്തിൽ നിന്നും 10,000 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ആമസോൺ കാടിൻ്റെ നടുവിലേക്ക് മരങ്ങളുടെ മുകളിലൂടെ തട്ടിയും തടഞ്ഞും വീണു. മരങ്ങളുടെ ശാഖകളും ഇലകളും അവളുടെ വീഴ്ചയുടെ വേഗത കുറച്ചു. അങ്ങനെ ആമസോണിൻ്റെ അനന്തമായ പച്ചക്കടലിലേക്ക് അവൾ വന്നു പതിച്ചു. അതും സീറ്റോടുകൂടി തന്നെ വിമാനത്തിൽ ഇരുന്നതിന് സമാനമായി. ഒരു രാത്രി മുഴുവൻ അവൾ അങ്ങനെ തന്നെ കിടന്നു. ജൂലിയാന കണ്ണുകൾ തുറക്കുമ്പോൾ മുകളിൽ മേഘമല്ല, മരങ്ങളുടെ തഴച്ച മേൽക്കൂര. അമ്മയില്ല, വിമാനമില്ല, മനുഷ്യ ശബ്ദമില്ല. ചുറ്റും കാട് മാത്രം. വന്യമായ കാടിൻ്റെ നിശബ്ദത മാത്രം. അവളുടെ ശരീരമാസകലം മുറിവുകളായിരുന്നു. തോളല്ലുകളും പൊട്ടിയിരുന്നു. കണ്ണുകൾക്ക് പരിക്കേറ്റിരുന്നു. ശരീരം ഒടിഞ്ഞു നുറുങ്ങുന്ന വേദന അവൾ അനുഭവിച്ചിരുന്നു. പക്ഷേ അപ്പോഴും മനസ്സ് പറഞ്ഞത് ഒറ്റ വാക്കാണ്: നീ ജീവിച്ചിരിക്കുന്നു. ആ നിമിഷം അവൾ ആദ്യം അന്വേഷിച്ചത് അവളുടെ അമ്മയെയാണ്. ജൂലിയാന വേദനയോടെ പതുക്കെ എഴുന്നേറ്റു. ശരീരം മുഴുവൻ വേദന കൊണ്ട് അവൾ പുളഞ്ഞു. അവൾക്ക് ചുറ്റും ആമസോൺ കാടിൻ്റെ കനത്ത നിശബ്ദത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം പോലും നിലത്തേക്ക് ശരിയായി പതിച്ചിരുന്നില്ല. തൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് അവൾ ഏന്തി നടന്നു. അവളുടെ ശബ്ദം മരങ്ങളിലേക്കടിച്ച് പ്രതിധ്വനിയില്ലാതെ മടങ്ങി. മറുപടിയില്ല. ജൂലിയാന മുൻപോട്ട് നടന്നു. അല്പസമയത്തിനു ശേഷം മണ്ണിനടിയിൽ തിളങ്ങുന്ന ഒരു ലോഹക്കഷ്ണം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ അടുത്തെത്തി. അത് വിമാനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു.
കുറച്ചകലെ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ, മരങ്ങളിൽ കുടുങ്ങിയ ലോഹഭാഗങ്ങൾ. അവളുടെ ഹൃദയം വേഗത്തിലിടിച്ചു. അവൾ അമ്മയെ വിളിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അവൾ കണ്ടത് താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകളായിരുന്നു. വിമാനത്തിൽ കൂടെ യാത്ര ചെയ്ത ചില ആളുകൾ, അവരുടെ അവശിഷ്ടങ്ങൾ. ജൂലിയാന നിശ്ചലമായിരുന്നു. അവൾക്ക് കരയാനും പേടിക്കാനും സമയമുണ്ടായിരുന്നില്ല. അവൾ തിരിഞ്ഞത് ഒറ്റ കാര്യം മാത്രം: ഇവരിൽ തൻ്റെ അമ്മയുണ്ടോ? അവൾ ഓരോ മുഖവും ഭയത്തോടെ നോക്കി പ്രാർത്ഥിച്ചു. അമ്മയെ കണ്ടില്ല. ആ നിമിഷം അവളുടെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷ ജനിച്ചു. അമ്മയും തന്നെ പോലെ തന്നെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കാം. ആ പ്രതീക്ഷയാണ് അവളെ മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിച്ചത്. പിന്നിൽ തകർന്ന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ, മുന്നിൽ അനന്തമായ കാട്. ഇതിനിടയിൽ ഒരു 17 വയസ്സുകാരി പെൺകുട്ടി മനുഷ്യ ശബ്ദമില്ലാത്ത ലോകത്തിൽ തൻ്റെ അമ്മയെ തേടിയും ജീവനെ വാരിപ്പിടിച്ചും നിൽക്കുകയാണ്. അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അവൾക്ക് തൻ്റെ അച്ഛൻ്റെ ശബ്ദം കേട്ടതുപോലെ തോന്നി. അച്ഛൻ പറഞ്ഞു തന്ന പാഠങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. കാട്ടിൽ വഴിതെറ്റിയാൽ വെള്ളം കണ്ടെത്തുക. ചെറിയ അരുവികൾ വലിയ അരുവികളിലേക്കും അവ നദികളിലേക്കും നയിക്കും. നദിക്കരയിൽ മനുഷ്യവാസം കണ്ടെത്താനാകും. പക്ഷി നിരീക്ഷകയായ അമ്മയുടെയും ജീവശാസ്ത്രജ്ഞനായ അച്ഛൻ്റെയും ഒപ്പം ജീവിച്ചതിനാൽ കാടിൻ്റെ സ്വഭാവം അവൾക്ക് സുപരിചിതമായിരുന്നു. കാറ്റിൻ്റെ ശബ്ദത്തിനിടയിൽ വളരെ ചെറുതായി ഒരു ശബ്ദം കേട്ടു. വെള്ളമൊഴുകുന്ന ശബ്ദം. അവൾ അതിൻ്റെ ദിശയിലേക്ക് നടന്നു. അവൾ അത് കണ്ടു. കല്ലുകൾക്കിടയിലൂടെ ഒഴുകുന്ന തെളിഞ്ഞ വെള്ളം. അവൾക്കറിയാമായിരുന്നു, ചെറിയ അരുവി വലിയ നദിയിലേക്ക് പോകും, നദിക്കരയിൽ മനുഷ്യവാസമുണ്ടാവുമെന്നതും. അവൾ വെള്ളത്തിൻ്റെ ദിശ പിന്തുടർന്നു. ദിവസങ്ങളിലെ ചൂടും രാത്രിയിലെ തണുപ്പും കാടിൻ്റെ ശബ്ദങ്ങളും പരിചിതമല്ലാത്ത ജീവികളും കണ്ണുകൾ തുറന്നുറങ്ങേണ്ട രാത്രികളും, ഇത്തരത്തിൽ ഭയാനകരമായ ഓരോ ദിവസങ്ങളും ആ പെൺകുട്ടി തള്ളി നീക്കി. വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ ചോക്ലേറ്റ് ബോക്സ് മാത്രമായിരുന്നു അവളുടെ വിശപ്പകറ്റിയിരുന്നത്. കാടിനെക്കുറിച്ച് എല്ലാം പഠിപ്പിച്ചു കൊടുത്തിരുന്ന അച്ഛൻ അവളോട് പറഞ്ഞിരുന്നു, കാട്ടിലെ പഴങ്ങൾ കഴിക്കുന്നത് മരണത്തോട് കളിക്കുന്നത് പോലെയാണെന്ന്. ആ അറിവുകളിൽ നിന്ന് അവൾ വെള്ളം മാത്രം കുടിച്ചു നടക്കുമ്പോൾ വേദന കൂടുകയായിരുന്നു. അവളുടെ മുറിവുകളിൽ പുഴുക്കൾ കയറി. അവ കുത്തുന്നത് പോലെ വേദനിച്ചു. പക്ഷേ അവൾ നിന്നില്ല. അവൾ നടന്നു. വിശപ്പും വേദനയും അവളെ തളർത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അവൾ നാട്ടിൽ താൻ കണ്ടിട്ടുള്ള ചില ചെടികളുടെ ഇലകൾ ഭക്ഷിക്കുവാൻ തുടങ്ങി. പക്ഷേ തീർത്തും ക്ഷീണിതയും അവശ്യമായിരുന്ന ആ പെൺകുട്ടിക്ക് അതൊന്നും മതിയായിരുന്നില്ല. അതിയായി വിശന്ന് തളർന്ന അവൾ തൻ്റെ മുൻപിൽ കണ്ട ഒരു തവളയെ പിടികൂടാനൊരുങ്ങുന്നുണ്ട്. എന്നാൽ അതവൾക്ക് പിടികൊടുക്കാതെ ഓടിപ്പോകുന്നു. അങ്ങനെ അവൾ ആ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ 10ാം ദിവസം ഒരു നദിക്കരയിൽ ഒരു ബോട്ട് കണ്ടെത്തുന്നു. അവൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇനി അത് അവളുടെ മനസ്സിൻ്റെ ഒരു മതിഭ്രമമാണോ എന്ന് പോലും ചിന്തിച്ചു പോയി. എന്നാൽ അല്ലായിരുന്നു. അതൊരു ബോട്ട് തന്നെയായിരുന്നു. പ്രതീക്ഷയോടെ അവൾ ഓടിച്ചെന്ന് ആ ബോട്ടിൽ കയറി നദിയിലൂടെ തുഴഞ്ഞു പോകാൻ ആരംഭിച്ചു. അങ്ങനെ കുറേയധികം ദൂരം പിന്നിട്ടപ്പോൾ നദീതീരത്ത് ഒരു കുടിൽ കണ്ടെത്തുകയുണ്ടായി. മനുഷ്യവാസമുള്ള വീടായിരിക്കാമെന്ന പ്രതീക്ഷയിൽ അവൾ അവിടേക്കോടി. അതിതീവ്രമായ വിശപ്പും ദാഹത്തോടും കൂടി. പക്ഷേ അവളുടെ പ്രതീക്ഷകൾക്ക് വിഭിന്നമായി അവിടെ ആരുമുണ്ടായിരുന്നില്ല. തൻ്റെ വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ അവൾ അവിടെ അരിച്ചു പെറുക്കി. പക്ഷേ അങ്ങനെ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അവശേഷിച്ചത് ഒരു കുപ്പിയിൽ കുറച്ച് മണ്ണെണ്ണ മാത്രമായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്കൊരു കാര്യം ഓർമ്മ വന്നു. തൻ്റെ അച്ഛൻ വീട്ടിലെ നായക്കുട്ടിക്ക് പരിക്കുകൾ പറ്റിയപ്പോൾ അവൻ്റെ മുറിവുകൾ മണ്ണെണ്ണ ഉപയോഗിച്ച് വൃത്തിയാക്കിയത്. ഇന്ന് അവളുടെ ശരീരത്തെ മുറിവുകൾ വ്രണമായി പുഴുക്കൾ അരിച്ചിറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ധൈര്യം സംഭരിച്ച് ആ മണ്ണെണ്ണ അവൾ തൻ്റെ മുറിവുകളിൽ ഒഴിച്ച് വൃത്തിയാക്കുകയും പുഴുക്കളെ പുറത്തെടുക്കുകയും ചെയ്തു. 30ഓളം പുഴുക്കളെയാണ് ജൂലിയാന തൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തത് എന്ന് പറയുന്നു. അവൾ കരഞ്ഞു. വേദന കൊണ്ടല്ല, ജീവിക്കാൻ കഴിയുന്നുണ്ടെന്ന തിരിച്ചറിവ് കൊണ്ട്. ആ രാത്രി അവൾ അവിടെ തന്നെ കിടന്നു. അടുത്ത ദിവസം അവൾ കേട്ടു മനുഷ്യരുടെ ശബ്ദം, മരം വെട്ടുന്ന ശബ്ദം. അവൾ എഴുന്നേറ്റ് ശബ്ദം വരുന്ന ദിശയിലേക്ക് നടന്നു. തളർന്ന ശരീരത്തോടെ, പ്രതീക്ഷയുടെ കണ്ണുകളോടെ
3 മരം വെട്ടുകാരെ അവൾ കണ്ടു. അവർ അവളെ കണ്ട് ആദ്യം ഞെട്ടി. കാടിന്റെ നടുവിൽ നിന്നൊരു മുറിവേറ്റ പെൺകുട്ടി. അവൾ സ്പാനിഷിൽ പറഞ്ഞു, ഞാൻ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയാണ്. പേര് ജൂലിയാന. അവർ അവൾക്ക് ഭക്ഷണം നൽകി, മുറിവുകൾ ശുദ്ധമാക്കി. അടുത്ത ദിവസം ബോട്ടിൽ കയറ്റി 7 മണിക്കൂർ യാത്ര ചെയ്ത് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് വിമാനത്തിൽ പുകാൽപ്പയിലേക്ക്. അങ്ങനെ ആകാശത്തിൽ നിന്ന് വീണ ഒരു പെൺകുട്ടി കാട്ടിലൂടെ നടന്ന് മനുഷ്യരെ കണ്ടെത്തിയിരിക്കുന്നു. ചെറിയൊരു അപകടമായിരുന്നില്ല. വെറും 17 വയസ്സു മാത്രം പ്രായമുള്ള ധീരയായൊരു പെൺകുട്ടിയുടെ അതിജീവനമായിരുന്നു അത്. ജൂലിയാനെ ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നത് അന്നവൾ ആ മുറിവുകളിൽ മണ്ണെണ്ണ ഉപയോഗിച്ച് പുഴുക്കളെ എടുത്തു കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവളുടെ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വരുമായിരുന്നു എന്നതാണ്. അതുപോലെ ആ കാട്ടിൽ അവൾ പിടിക്കാൻ പോയ തവള പാമ്പിനേക്കാൾ വിഷവീര്യമുള്ള തവളയായിരുന്നു എന്ന്. ഒരു സിനിമാ കഥയേക്കാൾ വെല്ലുന്ന ഒരു ജീവിതകഥ. ആ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ജൂലിയാനയിൽ നിന്നാണ് പിന്നീട് ഗവൺമെന്റിന് ലഭിച്ചത്. കാരണം ആ വിമാനത്തിൽ യാത്ര ചെയ്ത 91 പേരും മരണപ്പെട്ടിരുന്നു. രക്ഷപ്പെട്ടതും ജീവിച്ചതും ജൂലിയാന മാത്രമായിരുന്നു. ഏത് സ്ഥലത്തേക്കാണ് ആ വിമാനം നിലംപൊത്തിയത് എന്ന് ഗവൺമെന്റിന് പോലും കണ്ടെത്താനായിരുന്നില്ല. വലിയ കൊടുങ്കാട്ടിലാണ് വിമാനം വീണതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററുകളിലൂടെ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും വിമാനത്തിന്റെ യാതൊരു വിവരവും പെറു ഗവൺമെന്റിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപകടത്തിൽ അവളുടെ അമ്മ മരണപ്പെട്ടിരുന്നു. അവളെപ്പോലെ തന്നെ അവളുടെ അമ്മയും ഏതോ കാട്ടിൽ അകപ്പെട്ടു പോയിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ വിമാനാപകടം, ഈ ദുരന്ത സംഭവം ഒരു മരണകഥയായി അവസാനിക്കുമായിരുന്നു. ആകാശത്ത് തകർന്നു വീണ ഒരു വിമാനം, കാട്ടിനുള്ളിൽ കാണാതായ ഒരു പെൺകുട്ടി, ലോകം മറന്നുപോയ ഒരു പേര്. ഒരുപക്ഷെ അങ്ങനെ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ടേനെ. പക്ഷേ ചില ജീവിതങ്ങൾ തോൽക്കാൻ ജനിക്കുന്നില്ല. അവൾ വീണത് ഭൂമിയിലേക്ക് മാത്രമല്ല, വിധിയുടെ പരീക്ഷണത്തിലേക്ക് കൂടിയായിരുന്നു. അവിടെ ഭയമുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു, വിശപ്പുണ്ടായിരുന്നു, ഏകാന്തതയുണ്ടായിരുന്നു, അമ്മയുടെ നഷ്ടമുണ്ടായിരുന്നു. എന്നിട്ടും അവൾ കീഴടങ്ങിയില്ല. ആ കാട്ടിലൂടെ നടന്ന് ഓരോ ചുവടും രക്ഷപ്പെടാനുള്ള ശ്രമം മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അത് ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു. മരണത്തിന്റെ വാതിൽക്കൽ നിന്ന് തിരിച്ചു വന്ന ആ ധീരയായ പെൺകുട്ടി ഇന്ന് സയന്റിസ്റ്റും റിസർച്ചറുമാണ്. ഇന്ന് ജൂലിയാനയുടെ കഥ ഒരു അപകട റിപ്പോർട്ടല്ല, അത് മനുഷ്യന്റെ അതിജീവന ശേഷിയുടെ തെളിവാണ്. ജീവിതം ഒരു നിമിഷത്തിൽ തകർന്നു പോകാം, പക്ഷേ അതേ ജീവിതം വീണ്ടും പുനർനിർമ്മിക്കാൻ മനുഷ്യന് ശക്തിയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കഥ. തോൽക്കാമായിരുന്ന ഒരു ജീവിതം, പക്ഷേ അവൾ അതിജീവനം തിരഞ്ഞെടുത്തു. അതിനാൽ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, ജീവിതത്തിൽ നമ്മൾ എവിടെ വീണു പോയാലും ഏറ്റവും അവസാന നിമിഷമെന്ന് തോന്നുമ്പോൾ പോലും മനുഷ്യന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ കഥ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.